വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ മാറിയാൽ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു എന്നും മനസ്സിലായി. അല്ല, നിയമങ്ങൾ മാറുന്നില്ല, വഖഫ് വല്ലാതെ മാറിയിരിക്കുന്നു. കാരണം ഇപ്പോൾ വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തുമുള്ള വഖഫ് ബോർഡുകൾ അവരുടെ പക്കലുള്ള സ്വത്തുവകകളുടെ വിവരങ്ങൾ, താലൂക്ക്, സംസ്ഥാനം, ജില്ല, വില്ലേജ്, ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ, അതിൻ്റെ ആരുടെയൊക്കെ പേരിലാണ്, അത് വഖഫിൻ്റെ അധീനതയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഞെട്ടിപ്പോയതിനകത്തോട്ട് നോക്കിയാൽ അത് WAMSI വാംസി എന്ന് ചുരുക്കി പറയാം, വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ. അതിലേക്ക് കയറി നോക്കിയാൽ നമ്മുടെ പുരയിടത്തിൻ്റെ ഡീറ്റെയിൽസ് വരെ അതിനകത്ത് കാണും. അത്രയും വളരെ കൃത്യമായി ഇന്ത്യയിലെ മുഴുവൻ ഭൂമിയുടെ വിവരങ്ങൾ വാംസിയിലുണ്ട്. അതിൽ കയറി നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഭൂമി വഖഫിൻ്റെ ആണോ അല്ലയെന്ന്. ഇപ്പോൾ ചെല്ലാനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ചെല്ലാനക്കാർ ആരും അറിഞ്ഞിട്ടില്ല, അവർക്കൊരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വെബ്സൈറ്റിൽ ചെല്ലാനത്തെ ഭൂമി എടക്കൊച്ചിയിലെ ഒരു മുസ്ലിം പള്ളിയാണ്. ഈ മുസ്ലിം പള്ളി സമീപകാലത്തുണ്ടായതാണ്. ചെല്ലാനം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരൊറ്റ മുസ്ലിം താമസിക്കുന്നില്ല. സമീപകാലത്തുണ്ടായ എടക്കൊച്ചി പള്ളിയുടേതാണ് ചെല്ലാനം മുഴുവൻ ഈ വഖഫിൻ്റെ ഈ സൈറ്റിലുണ്ട്. അതുപോലെ നമുക്ക് പരിശോധിച്ചാൽ ഏതൊക്കെ ഭൂമി, എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുകയാണ്, വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ WAMSI എന്ന സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് സംസ്ഥാനം, ജില്ല, താലൂക്ക്, സബ് ഡിവിഷൻ ഇത്രയും അടിച്ചു കൊടുത്താൽ നമുക്ക് ഓരോ ഭൂമിയുടെയും വിവരം കിട്ടും. ഒരു പക്ഷേ നിങ്ങളുടെ ഭൂമി പോലും വഖഫിൻ്റെ പേരിലാക്കിയിട്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ സമീപകാല ദിവസം ഉണ്ടാകുന്ന 2 വാർത്തകൾ ചിലർക്ക് കേട്ടിട്ടുണ്ടോ. കണ്ണൂരിൽ പട്ടാളത്തിൻ്റെ ഭൂമി വഖഫിൻ്റെ ആണെന്നാണ് കാണിക്കുന്നത്. പട്ടാളത്തിൻ്റെ ഭൂമി കൻ്റോൺമെൻറ്റ് ഏരിയയിലെ. അതുപോലെ എറണാകുളത്തെ പ്രസിദ്ധമായ ഗൗഡസാരസ്വത ബ്രാഹ്മണസംയിൽപ്പെട്ട അവരുടെ ക്ഷേത്രമാണ് തിരുമല ദേവസ്വം. തിരുമല ദേവസ്വത്തിന് വൈക്കം താലൂക്കിൽ, കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയാടത്ത് 10 ഏക്കർ സ്ഥലമുണ്ട്. വഖഫിൻ്റെ ആണെന്ന വാംസി കാണുന്നത്. ഇപ്പോൾ കണ്ണൂരെ കാര്യം ഞാനെന്ന് പറയാം. കണ്ണൂർ പയ്യാമ്പലം അറിയാമല്ലോ, പയ്യാമ്പലം ബീച്ച്. അവിടുന്ന് അതിൻ്റെ പയ്യാമ്പലം ബീച്ചിൻ്റെ വടക്ക് മുതൽ പടിഞ്ഞാറ് പോർച്ചുഗീസ് കോട്ട വരെയുള്ള പ്രദേശമാണ് പൊതുവിൽ കൻ്റോൺമെൻറ്റ് ഏരിയ എന്നറിയുന്നത്. അവിടെ സെൻറ്റ് മൈക്കിൾ സ്കൂള്, സെൻറ്റ് തെരേസ സ്കൂള്, പിന്നെ പഴയ തിരുപ്പതി മില്ല്, ഓൾഡ് തിരുപ്പതി മില്ല്, IMS അക്കാഡമി തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ പാർക്കുണ്ട്, സ്മാരകങ്ങളുണ്ട്. ഇവിടെ പിന്നെ ആംഗ്ലോ ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലം, ഗുജറാത്തി സേട്ടുമാരുടെ സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളായ ഭർണശ്ശേരി പ്രദേശം ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ആർമിയുടെ കീഴില. അതായത് ഏണ്ട 25 ഏക്കർ സ്ഥലമുണ്ട് ആർമിയുടേത്. അല്ല, 13 ഏക്കർ സ്ഥലം, അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. 13 ഏക്കർ, അതായത് ഈ പറഞ്ഞ ഭർണശ്ശേരി എന്ന് പറയുന്ന കൻ്റോൺമെൻറ്റ് പ്രദേശത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള 13 ഏക്കർ സ്ഥലം ഈ വാംസി വഖഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ സ്ഥലമാണ്, പക്ഷേ ഉടമസ്ഥാവകാശം വഖഫിനാണ്. ഇന്ത്യൻ ആർമിയുടെ സ്ഥലം പോലും വഖഫിൻ്റെ പേരിൽ വാങ്ങി കഴിഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ സേനയുടെ സ്ഥലം പോലും അവകാശപ്പെടാൻ ധൈര്യം വന്നിരിക്കുന്നു ആർക്ക്? കേരളത്തിലെ വഖഫ് ബോർഡിന്. തീർന്നില്ല, ഇനി അവിടുന്ന് കണ്ണൂരിൽ നിന്ന് 15 കിലോമീറ്റർ മാറി വലിയന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വലിയന്നൂരുള്ള കുഞ്ഞി മുഹമ്മദ് മൗലവി വകയാണത്രേ കൻ്റോൺമെൻറ്റ് മൈതാനം. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ചരിത്രത്തിൽ പിന്നാക്കം പോകുമ്പോൾ പോർച്ചുഗീസുകാർ ഭരിച്ചു അല്ലേ, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഭരിച്ചു. അതിന് ബ്രിട്ടീഷ് ആർമിയുടെ കയ്യിലായിരുന്നു കൻ്റോൺമെൻറ്റ് സ്ഥലം. ബ്രിട്ടീഷ് ആർമി പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ പോകുന്നു. ഇന്ത്യൻ കരസേനയുടെ കയ്യിലാണ് ഈ മൈതാനം, 13 ഏക്കറുള്ള മൈതാനം. അതെങ്ങനെയാണ് വഖഫ് അവകാശപ്പെടുന്നത്? അതിനിപ്പോൾ വഖഫ് പറയുന്നത് പണ്ടെങ്ങാണ്ടോ ജീവിച്ചിരുന്ന ഒരു കുഞ്ഞി മുഹമ്മദ് ഹാജി അത് വഖഫിന് വാക്കാൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്യുമെൻറ്റും ഇല്ല. ഈ വാംസി എന്ന് പറയുന്ന സൈറ്റിൽ കണ്ണൂരിലെ ഇന്ത്യൻ മിലിറ്ററിയുടെ 13 ഏക്കർ സ്ഥലം വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ എഴുതിയിട്ടുണ്ട് നോ ഡോക്യുമെൻറ്റ്, രേഖകളൊന്നുമില്ല, പക്ഷേ വഖഫിൻ്റെയാണ്. അപ്പോൾ ആലോചിക്കൂ, വഖഫിന് അങ്ങ് തോന്നിയാൽ, നമ്മൾ പലപ്പോൾ പലരും പറഞ്ഞു ചുമ്മാ പറയില്ല, തോന്നിയാലാവും. ആരുടെയാവും? ഇന്ത്യൻ സൈന്യത്തിൻ്റെ വരെയാവും. പിന്നെയാണോ പാവപ്പെട്ട രാമൻ്റെയും ജോസഫിൻ്റെയും സ്ഥലം? ഇന്ത്യൻ സൈന്യത്തിൻ്റെ സ്ഥലം വരെ വഖഫിൻ്റെ ആയിട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ ചേർത്തിരിക്കുന്നു. ഇനി നോക്കൂ, അത് കഴിഞ്ഞിട്ട് ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാൾ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഷാനി എന്ന് പറഞ്ഞ ഒരാൾ വഖഫ് ചെയ്തിട്ടുണ്ട് 25 ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളും. അതും മിലിറ്ററിയാണ്.
അപ്പോൾ 25 അധികം 13 38 ഏക്കർ സ്ഥലങ്ങളും അതിലുള്ള മിലിറ്ററി കെട്ടിടങ്ങളും ആരുടെയാണ്? വഖഫിൻ്റെ. 2 പേര് ആരൊക്കെയാണ്? ഒന്ന് അബ്ദുൽ ഖാദർ ഷാനിയും കുഞ്ഞി മുഹമ്മദ് മൗലവിയും വഖഫ് ചെയ്ത ഭൂമിയിലാണ് ഇന്ത്യൻ ആർമി കേരളത്തിൽ കൻ്റോൺമെൻറ്റിൽ പ്രവർത്തിക്കുന്നത്. വഖഫ് ബോർഡ് നിർലജ്ജം, നിർഭയം, അതാണ് നിർഭയം, ഒരു ഭയവുമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട് നോ ഡോക്യുമെൻറ്റ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് ചോദിച്ച് വേണ്ട, ഞങ്ങളുടെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി തെളിയിക്കണം. അല്ല, നിങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങളുടെ തന്നെയാണ്, ഇന്ത്യൻ ആർമിയുടെ തന്നെയാണ്. ബ്രിട്ടീഷ് ആർമിയുടെ ആയിരുന്നു, ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി, അതിനു മുമ്പ് പോർച്ചുഗീസിൻ്റെ ആയിരുന്നു എന്ന് തെളിയിക്കാൻ ആര് പോകണം? ഇന്ത്യൻ കരസേനയുടെ തലവൻ ചെല്ലണം. എവിടെ? വഖഫ് ട്രിബ്യൂണലിൽ. ആലോചിക്കൂ. അപ്പോൾ ഇവർ കളിച്ച് എവിടെ വരെയാണ് കളിക്കുന്നത്? അതുപോലെയാണ് എറണാകുളം MG റോഡിലാണ് തിരുമല ദിവസം, തിരുമല അമ്പലം ഉള്ളത്. ഈ തിരുമല അമ്പലത്തിൻ്റെ 10 ഏക്കർ ഭൂമി വൈക്കത്ത്, കോട്ടയം ജില്ലയിലുള്ള വൈക്കം താലൂക്കിലെ തലയാഴ പഞ്ചായത്തിലുണ്ട്. അത് വഖഫിൻ്റെ ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആര് വഖഫ് ചെയ്തു, ആര് ദാനം ചെയ്തു? വഖഫിൻ്റെ ആണ്. നോ ഡോക്യുമെൻറ്റ്സ്. വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ വഖഫിൻ്റെ ആണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. ചില ആളുകൾ സംശയാലുക്കളായിരുന്നു. അങ്ങനെയല്ല, വഖഫ് വിചാരിച്ചാൽ മതി. വഖഫ് വിചാരിച്ചാൽ മതി എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് കണ്ണൂർ കൻ്റോൺമെൻറ്റിലെ ആർമിയുടെ 38 ഏക്കർ ഭൂമിയും അതിലുള്ള പട്ടാളത്തിൻ്റെ കെട്ടിടങ്ങളും വഖഫിൻ്റെ ആണെന്ന് പറയുന്നതും, എറണാകുളത്തെ തിരുമല അമ്പലത്തിൻ്റെ 10 ഏക്കർ വൈക്കത്ത് കിടക്കുന്നത് വഖഫിൻ്റെ ആണെന്ന് പറയുന്നതും ഈ നിയമം ഉപയോഗിച്ചാണ്. ആരുണ്ടാക്കിയ നിയമമാണ്? കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം അല്ലേ? അതിന് രേഖയൊന്നും വേണ്ടെന്ന് അമെൻമെൻറ്റ് വരുത്തിയതാരാണ്? കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയതാണ്. വിചാരിച്ചാൽ മതി എന്നുള്ള ഭേദഗതി വരുത്തിയതാരാണ്? കോൺഗ്രസ് സർക്കാരാണ്. ഇനി മുസ്ലിം അല്ലാത്ത ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വഖഫ് ചെയ്യാം എന്ന് പറഞ്ഞ് നിയമം മാറ്റിയതാരാണ്? കോൺഗ്രസ്സാണ്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നിയമം നിയമം ഉണ്ടാക്കിയതാരാണ്? കോൺഗ്രസ്സാണ്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് 2013 ഉണ്ടാക്കിയ നിയമപ്രകാരം ഒരു ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ കെട്ടിടത്തിൽ ഒരു മുസ്ലിം വന്ന് താമസിക്കുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്താൽ ബൈ യൂസ്, ഉപയോഗത്തിലിരിക്കുന്നതായതുകൊണ്ട് അയാൾക്കത് വഖഫിന് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഭൂമി നഷ്ടപ്പെടുത്താൻ പാകത്തിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത് വഖഫാണ്. ഇതൊക്കെ മാറ്റാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അത് മാറ്റരുത് എന്ന് പറയുന്നത് മുസ്ലിം മതമൗലികവാദികളാണ്. കൂട്ടത്തിൽ ഇടതും വലതും നിൽക്കുന്നത് ആ മുസ്ലിം മൗലികവാദികളുടെ ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. എത്ര വലിയ ചതിയാണ്. അപ്പോൾ ഞാനിത് വെച്ച് നോക്കുന്നത് നിയമം മാറുകയെന്നില്ല, നിയമം ഉപയോഗിക്കുന്നതിൻ്റെ സ്വഭാവം മാറുകയാണ്. നിങ്ങൾ വഖഫ് പിടിച്ചെടുത്തു എന്നല്ല. വഖഫിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് ലാൻഡ് ജിഹാദാണ്. ഭൂമി വെട്ടിപ്പിടിക്കാനുള്ള കൊള്ളയാണ് നടക്കുന്നത്. ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സിനു ഇന്ത്യൻ ആർമിയുടെ പക്കൽ പോർച്ചുഗീസുകാർ മുതൽ കാലങ്ങളായി പോർച്ചുഗീസ് സൈന്യവും ബ്രിട്ടീഷ് ആർമിയും ഉപയോഗിച്ചതിന് ശേഷം ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ വന്ന ഭൂമി ഒരു രേഖയുമില്ലാതെ വഖഫിൻ്റെ ആണെന്ന് നിർലജ്ജം, വീണ്ടും പറയുന്നു നിർഭയം. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഒരു സൈന്യത്തിന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം ഞങ്ങളുടെയാണെന്ന് ധൈര്യം വരുന്നു. അതെ. അപ്പൊ പിന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട ഞാൻ ചോദിച്ചില്ലേ, ജോസഫും രാമനും എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നാൾ ഇവർ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് വെറും കപടതയാണ്. ഇനി വഖഫ് നോട്ടീസ് എന്നല്ല, ലാൻഡ് ജിഹാദ് മാഫിയ നോട്ടീസ് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ലാൻഡ് ജിഹാദ് നിങ്ങളുടെ ഭൂമിക്ക് അവകാശം ഉന്നയിച്ചിരിക്കുന്നു. ഇത് ഭൂമിക്കൊള്ളയാണ്. ജിഹാദ് ആണല്ലോ, ജിഹാദ് നടത്തി ഇന്ത്യയുടെ അധികാരം പിടിക്കണം. അതിന് നമ്മൾ ലവ് ജിഹാദ് കേട്ടിട്ടുണ്ട്. പാലാ ബിഷപ്പ് പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. ഇനി സ്മഗ്ലിംഗ് ജിഹാദ് ഉണ്ട്, ഇല്ലേ? ആരാ ഇവിടുത്തെ കള്ളക്കടത്തുകാരിൽ ഭൂരിപക്ഷം പിടിക്കും? 100 പേരെ പിടിച്ചാൽ 98 പേരും ആരാ? മയക്കുമരുന്ന് കേസുകൾ പിടിച്ചാൽ 100-ൽ 98 പേരും ആരാ? പറഞ്ഞാൽ വർഗീയവാദി കൊന്നുകളയെന്ന് പറയായിരിക്കും. പക്ഷെ നമ്മൾ ഇനിയും പറയും. നിങ്ങളെടുക്ക് പത്രങ്ങളിൽ വന്നിട്ടുള്ള കഞ്ചാവ് മുതൽ MDMA വരെയുള്ള കേസുകൾ പിടിക്കുന്നതിൻ്റെ ആളുകളുടെ പേരെടുക്ക്, 95% ആരായിരിക്കും? അപ്പോൾ ഇത് പ്രതിപട്ടികയിലുള്ളവരുടെ പേരാണ് നമ്മൾ പറയുന്നത്. അതുടനെ നമ്മൾ വർഗീയത പറഞ്ഞു, മാത്രമല്ല പാലാ ബിഷപ്പിനെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പോൾ ആളുകളെ കൊന്നും തിന്നും തീർത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും, ഭീഷണിയാണ്. നിങ്ങൾ നോക്കൂ, വിമാനത്താവളങ്ങളിൽ സ്വർണം പിടിക്കുന്നു, എല്ലാ സ്ഥലത്തും കുത്തിക്കയറ്റി. എവിടെയൊക്കെ കയറ്റുന്നു ഞാൻ പറയുന്നില്ല, എവിടെയൊക്കെ കയറ്റിയെന്ന് നിങ്ങൾക്ക് അറിയാലോ, പ്രേക്ഷകർക്ക് അറിയാം, പൊതുസമൂഹത്തിൽ പറയാൻ പറ്റില്ല. അവിടെയൊക്കെ
വെച്ച് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന കേസുകളിൽ 98% ആരാണ്? ഒറ്റ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ വർഗീയവാദിയാണ്. അല്ല, പറയുന്നത് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ് അല്ലേ? അതേ പോലീസിന്റെ പക്ഷേ അതൊക്കെ ലിസ്റ്റൊക്കെ വരും. പക്ഷേ ഞങ്ങളുടെ പേര് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട്. ഞങ്ങൾ പ്രതികളായ പറയാൻ പാടില്ല. പറഞ്ഞാൽ നീ വർഗീയവാദിയാണ്. ന്യായീകരിക്കാൻ മന്ത്രിയും വരും അല്ലേ? ന്യായീകരിക്കാൻ മന്ത്രിയും വരും. അതുപോലെ ഇപ്പോൾ നോക്കൂ, എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ, നിങ്ങൾ എത്ര വലിയ നിസ്സഹായാവസ്ഥയിലാണ്, എത്ര വലിയ ഭീഷണിയിലാണ്, എത്ര വലിയ പ്രതിസന്ധിയിലാണെന്ന് അവരറിയുന്നില്ല. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഭൂമി വക്കഫ് രേഖകളൊന്നും ഇല്ലെങ്കിലും വക്കഫ് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താ ഉള്ളത്? എത്ര നിർഭയമായി അവർ മുന്നോട്ട് പറഞ്ഞില്ലേ, നിർഭയം ഒരു നിർലജ്ജം നിർഭയം എന്ന് പറയും. ഒരു ലജ്ജ എന്താ? ഞങ്ങൾക്ക് ഇന്ത്യ വെട്ടിപ്പിടിക്കണം. ഇത് ആരുണ്ടാക്കി കൊടുത്തു? നോക്കൂ, എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള എല്ലാ ഒത്താശയും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. പ്രഖ്യാപിച്ച് മാത്രമില്ല. അവർക്ക് നേരായ വഴി കൂടി ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റില്ല. അത് ഇസ്ലാമിസ്റ്റുകളല്ലോ ചെയ്തു കൊടുത്തത്, കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ചുമ്മാതാണോ നരേന്ദ്രമോദി? നിങ്ങൾ ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ക്രൈസ്തവ സഹോദരന്മാരൊക്കെ എന്നോട് ധാർമ്മിക രോഷം കൊണ്ടുവരും. നിങ്ങളുടെ പ്രധാനമന്ത്രി മോദി എന്താ പറയുന്നത്? കോൺഗ്രസ് ഇനി അധികാരത്തിൽ വന്നാൽ നിന്റെ ഭൂമി പിടിച്ചെടുത്ത് കൊടുക്കും, നിന്റെ ഭാര്യയുടെ കെട്ടുതാലി പറിച്ചെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് നിന്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചില്ലേ? ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ എന്തായി? മോദി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി. ഇതാണ് മോദി പറഞ്ഞത്. നിന്റെ ഭൂമി പിടിച്ചെടുത്ത് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വന്നാൽ, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ കുത്തുമുന്നണി അധികാരത്തിൽ വന്നാൽ, ഈ നാട്ടിലുള്ള സകല ഭൂമിയും പിടിച്ചെടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ പുച്ഛിച്ച ആളുകൾക്ക് എന്തു പറയാനുണ്ട്? ഇനി വേറൊന്നുണ്ട്, നാഷണൽ വഖഫ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കോർപ്പറേഷൻ അറിയാമോ? ഇതൊക്കെ കൂടാതെ ഇവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് തുടങ്ങിയത്. എന്നിട്ട് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ അതിലാരും അല്ലാത്ത ഒരാൾ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നറിയാമോ? സോണിയാഗാന്ധി. ഇന്ത്യയിൽ ഒരു ഔദ്യോഗികമായി ഒരു ഭരണഘടനാ പദവിയും വഹിക്കാത്ത സോണിയാഗാന്ധി കൂടെ നിന്നിട്ടാണ് ഈ നാഷണൽ വഖഫ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കോർപ്പറേഷൻ ഉദ്ഘാടനം ചെയ്ത്. കഴിഞ്ഞ 2013 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. തുടങ്ങിയ ഉടനെ ഈ ഇവനൊരു ഫണ്ടും കൊടുത്തു. എത്രയെന്നറിയോ? 500 കോടി രൂപ. 500 കോടിയോ? 500 കോടി രൂപ. നാഷണൽ വഖഫ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉടൻ പ്രവർത്തിക്കാനുള്ള ഒരു തുക കൊടുത്തു. 500 കോടി രൂപ. ആരുടെ കാശ്? എൻ്റെ സിനുവിൻ്റെയും കാശ. നികുതി പണം എടുത്തു കൊടുത്തു. എന്നിട്ടോ ഒരു സമ്മാനം കൊടുത്തു. ഡൽഹിയിലെ 121 പ്രോപ്പർട്ടികൾ കൊടുത്തു. കല്യാണം കഴിച്ചേപ്പിക്കണ്ട, സ്ത്രീധനം കൊടുക്കുന്ന പോലെയാണോ? ഇന്ത്യ പതിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി മുതൽ ഞാനെന്തായാലും ഇനി വഖഫ് നോട്ടീസ് അയച്ചു എന്ന് പറയില്ല, ലാൻഡ് ജിഹാദികൾ നോട്ടീസ് അയച്ചു എന്ന് പറയാൻ പോവുക. ഇത് ലാൻഡ് ജിഹാദാണ്. പണ്ട് ലവ് ജിഹാദ് എന്ന് ആദ്യമായിട്ട് മലയാള പത്രത്തിൽ അച്ചടിച്ച ഞാനാണ്. 1998 അതിൻ്റെ പേരിൽ എനിക്ക് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ഇനി വഖഫ് എന്ന് പറയുന്നില്ല, ലാൻഡ് ജിഹാദ് എന്ന് പറയാൻ പോവാണ്. ഇത് ലാൻഡ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെന്താണ് ലാൻഡ് ജിഹാദ്? വെറുതെ വീട്ടിൽ ഉറങ്ങുന്നവൻ്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന ഈ നിയമം, ഈ കിരാത നിയമം ഉള്ള നാട് ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ഉണ്ടായിട്ടില്ല. അസുഖകരമായ സത്യങ്ങൾ വിളിച്ചു പറയരുത്. വടയാർ സുനിലിനെയും കുടുംബത്തെയും വെച്ചേക്കില്ലെന്നാണ് ഭീഷണി. സൂക്ഷിക്കണം. അങ്ങനെ പറയരുത്. ആയിക്കോട്ടെ, കൊല്ലട്ടെ. അല്ല, അസുഖകരമായ സത്യങ്ങളാണ്. പക്ഷേ സത്യം ഇത് പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അപ്പോൾ ഇനി വഖഫ് എന്ന് പറയുന്നില്ല, ലാൻഡ് ജിഹാദികൾ നോട്ടീസ് അയച്ചു. വഖഫ് ബോർഡിൻ്റെ പേര് മാറ്റി ലാൻഡ് ജിഹാദ് ബോർഡ് എന്നാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.